നമ്മള് നല്ല വേറൊന്നുമില്ല, നിലത്ത് മൊത്തം കറക്റ്റ് നമുക്ക് ചെവിക്കോട് വേണം സംഭവങ്ങളൊക്കെ. എല്ലാ മാച്ചന്മാർക്കും പുതിയ വീട്ടിലെ സ്വാഗതം. ഇന്ന് നമ്മൾ ഇതൊക്കെ എന്റെ കൈ മുറിച്ച് ബ്ലഡ് വരുന്ന ഒരു പ്രാങ്ക് ആണ് ചെയ്യാൻ പോണ ഗൈസ്. നമ്മളെ ഡ്യൂഡി മുകളിൽ കുളിക്കാൻ കയറി. ഇപ്പൊ കുറച്ച് ദിവസം എനിക്ക് കുറച്ച് പ്രാങ്ക് ഒക്കെ അവൾ തരുന്നു. സോ ഇന്നൊരു കിട്ടിക്കായ സാധനം അവൾക്ക് കൊടുക്കാൻ പോകണം. സോ എല്ലാവരും ഇപ്പൊ നല്ല ലൈക്ക് അടിച്ചോളൂ. എന്റെ കൈ മുറിച്ച് ചോര വരുന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അവളുടെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട്, ഒരുപാട് കാര്യം സെറ്റ് ചെയ്യാണ്ട്. സോ അവൾ വരുന്നതിന് മുമ്പ് മൊത്തം സെറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഒരു പ്രാങ്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ബ്ലേഡ് വേണം. ബ്ലേഡ് മുറിച്ചിട്ട് കൈമിൽ വെച്ച് രക്തം വരുന്ന സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫെവിക്കോൾ വേണം. പിന്നെ ബ്ലഡ് ഉണ്ടാക്കണം. ഓക്കെ, ബ്ലഡ് ഉണ്ടാക്കണ കുറച്ച് റിസ്ക് ആണ്. ഞാൻ ആദ്യം ഉണ്ടാക്കിയിരുന്നു, പക്ഷെ നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കും ഗൈസ്. എല്ലാ സംഭവങ്ങളും ഞാൻ പെട്ടെന്നാണ് ചെയ്യണത്. കുളിക്കാൻ എങ്ങനെ 1 മണിക്കൂറൊക്കെ എടുക്കും. ഓക്കെ, അതുകൊണ്ട് പേടിക്കേണ്ട. ഇനി ഇതാക്കണം. ഇതാണ് നമ്മളുടെ ഒരു കളർ പൊടി. ഓക്കെ, അതായത് ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുമ്പോളം പറ്റിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയിൽ എന്താ പറയുക വേറെ എന്തോ ഒരു സംഭവം മിക്സ് ചെയ്തിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫുഡ് കളറാണ് എടുക്കുന്നത്. പെട്ടെന്ന് പരിപാടി കഴിക്കാനാണ്, അതിന് ടൈമില്ല ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ കണ്ടില്ല കടും റെഡ് കളർ സംഭവം. ഇത് നമ്മൾ കട്ടിയിലാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗ്ലാസ്സിലേക്ക്. ഓക്കെ, ഇതിപ്പോൾ കുറച്ച് ഇതിലേക്ക് കിട്ടണം. ഓക്കെ, ഇത് കുറച്ച് കട്ടി കൂടണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് തോന്നിടാം. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. അതായിരിക്കും കുറച്ചൊരു നന്നാവുക. വേറെ ഫുഡ് കളർ വാങ്ങാനുള്ള പ്രശ്നമൊന്നുമില്ല ഗൈസ്. ഇത് ശരിക്കും ഒരു രക്തത്തിന് അതേമാതിരി ഉണ്ട് കേട്ടോ. അതൊക്കെയാ ശരിക്കും രക്തത്തിന് അതേമാതിരി തന്നെ. ഇട്ടപ്പം തന്നെ എങ്ങനെ ഇത് കലക്കുമ്പോൾ ഉഷാറാവും ഗൈസ്. വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടി പോയി. അതുകൊണ്ട് കുറച്ച് മൈദയുടെ ഇമ്മന്റെ ഐഡിയ ആണ്. മൈദയുടെ എമ്മും ഞാനും കൂടി ആയിട്ട് പ്രാങ്ക് ചെയ്യണ വേറെ കാര്യം മറുപടി അല്ലേ. ഇതിപ്പോ നമ്മള് നല്ലോണം കലക്കിയിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും ഒരു ബ്ലഡിന്റെ വാരി തരുന്നുണ്ട്. എന്റെ കൈ മുറിച്ച് ഇതെന്ത് കുറച്ച് നല്ല കട്ടിണ്ട് കേട്ടോ. എന്റെ ബ്ലഡിന് അത്യാവശ്യം നല്ല കട്ടിണ്ട്. ഇനി കുറച്ചൊരു ഡാർക്കും കൂടി ആഡ് ചെയ്താൽ കുറച്ച് കളർഫുൾ ആവും ഗൈസ്. ഇതിപ്പോ ബ്ലഡ് ഇവിടെ റെഡി ആയിട്ട് ഇനി നമുക്ക് ബ്ലേഡ് ഉണ്ട്. ബ്ലേഡ് ഹാഫ് മുറിക്കണം. ഓക്കെ, ജസ്റ്റ് ഹാഫ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കൈയിന്റെ അവിടെ ഇങ്ങനെ വെക്കും. ഇങ്ങനെ ഇതാക്കണം. കുറച്ച് കാണിച്ച് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതാക്കണ ഈ ഒരു ഗ്ലൂ ഇല്ലേ, ഗ്ലൂ കുറെ അതിന്റെ മുകളിലാക്കി കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ബ്ലഡ് ഇടാൻ പോകുന്നത്. സോ കറക്റ്റ് ഒരു എന്താ പറയാ, ശരിക്കും കൈ മുറിഞ്ഞിട്ട് ആ ഒരു ചോര വരുന്ന ഒരു എഫക്റ്റ് കിട്ടും ഗൈസ്. ഇനിയിപ്പോൾ അവൾ എന്താ ചെയ്യാന്ന് അറിയില്ല. അവൾ ഒരു എക്സ്പ്രഷൻ തരാതെ പോകും. അടിച്ചോരം മൈൻഡ് ചെയ്യൂലേ. നമ്മൾ നോക്കുക ഗൈസ് എന്താ സംഭവം നോക്കേ ഗൈസ്. അപ്പോൾ യൂസ് ചെയ്യുന്ന ബ്ലേഡ് ഇതാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെയാണ് കട്ട് ചെയ്യണത്. ഓക്കെ, കറക്റ്റ് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുന്നാൽ മാത്രമേ കറക്റ്റ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കിട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ ബ്ലേഡ് ഇതാക്കട്ടെ കറക്റ്റ് കട്ട് ചെയ്തിട്ട് ഇനി ഈ ഒരു സംഭവം നമ്മൾ കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കും. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റ് ഒരു ബ്ലേഡ് കയറി മാറിയില്ലേ. ഈ സാധനം ഇങ്ങനെയാണ് വെക്കാൻ പോകുന്നത്. സോ സെറ്റ് ആവുമെന്ന് അറിയില്ല. ഇനിവേ നോക്കാം. ഈ സംഭവങ്ങളൊക്കെ പെട്ടെന്നാണ് ഷൂട്ട് ചെയ്യുക. അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, ക്ഷമിക്കും. ഓക്കെ, വലിയ ക്വാളിറ്റിയിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനിവേ എൻ്റെ കൈയിൻ്റെ ഇവിടെ ഞാൻ ഒരു എന്താ പറയുക ബ്ലേഡ് വെക്കാൻ പോവാണ്. ഗ്ലൂ ആക്കിയതിന് ശേഷം എന്നിട്ട് ബ്ലഡ് ആക്കിയിട്ടാണ് ഞാൻ മുകളിലത്തെ റൂമിൽ നിന്നാണ് പോയി എന്താ പറയുക അവളെ പെട്ടെന്ന് വിളിക്കും. മൊഴി മുറിഞ്ഞാലേ വേറെ ആൾ ഓടി വരാൻ ചാൻസ് ഉണ്ട്. എനിവേ നമുക്ക് നോക്കാം ഗൈസ് എന്താ സംഭവിക്കാൻ. നോക്കെ ഗൈസ്, അത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ മൈദ കൈയിൻ്റെ ഇവിടെ ആക്കിയ ശരിക്കും നമ്മളെ ഇറച്ചിന് മാതിരി തോന്നും. സോ അത് ജസ്റ്റ് ട്രൈ ചെയ്തേക്ക്. അതിലെന്തായാലും നോക്കൂ. ഈ പശ എനിക്ക് വിശ്വാസം വരുന്നത്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല. മൈദ ആണ് ബെസ്റ്റ് എന്നാണ് തോന്നുന്നത്. സോ അത് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ആട്ട അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ആട്ട. ഇതാണ് നമ്മൾ കൈയിൻ്റെ മുകളിൽ വെക്കാൻ തോന്നുന്നത്. എന്നിട്ട് ഇതിൽ നമ്മൾ ജസ്റ്റ് മേക്കപ്പ് ചെയ്താൽ മതി ഗൈസ്. ഉമ്മാണ് ക്യാമറ പിടിക്കുക. ഡ്യൂട്ടി വരുന്നതിന് മുമ്പ് മൊത്തം സെറ്റ് ആക്കണം. ഞാൻ എന്താ സൂപ്പറുകളല്ല ഈ സാധനം ഇവിടെ സെറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെ മൊത്തമാക്കി ഇതിന് ശേഷം നമ്മളിതൊന്നിങ്ങനെ പരത്തും. വേറൊന്നുമില്ല, ഈ ഒരു മൈദ അവിടെ ഒട്ടാൻ വേണ്ടിയിട്ടാണ്. നോക്കേണ്ടത് വിചാരിച്ച മാതിരി സംഭവങ്ങളൊക്കെ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കറിയില്ല ഇതെന്താണ് സംഭവിക്കാതെ. ഇപ്പോൾ മൈദ കറക്റ്റ് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് കറക്റ്റ് വർക്ക് ആവുന്നുണ്ട്. ആവശ്യമില്ലാത്ത നമുക്ക് ഒഴിവാക്കാം. ബാക്കി ഇവിടെ നിന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഉമ്മൻ്റെ ഐഡിയ ആണ്. അവളെ മേക്കപ്പ് സെറ്റിന് ഒരു സാധനം എടുത്തത്. ഇതിന്റെ മുകളിൽ ഇടാനാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ജസ്റ്റ് നമ്മ കയ്യിലോട്ട് കൂടെ ആക്കിയത്. എവിടെ തേക്കണായിരിക്കും എന്താ അറിയില്ല. മുഖത്ത് ഇടാക്കിയാണ്ടില്ലേ. ഇതിപ്പോൾ നമ്മൾ ബ്ലേഡും കൂടെ വെക്കാൻ പോകണം. ഓക്കെ, കറക്റ്റ് ഇതാക്കണ കാണിച്ചെടുക്കുമ്പോ ജസ്റ്റ് ഇതാ കറക്റ്റ്. ബ്ലേഡാണ് വെക്കുന്നുണ്ട്. ഇനി കുറച്ച് നമുക്ക് ഈ ഒരു ഗ്ലൂ ഇതിലേക്ക് ആക്കി കൊടുക്കാം. കറക്റ്റ് ആയി കിടക്ക്. ഓക്കെ ബ്ലേഡ് നല്ലോണം അനങ്ങുന്നുണ്ട്. അതിനും കുഴപ്പമില്ല. ഇത് ഉണങ്ങാൻ മതിയോ. ഓക്കെ, റിയാലിറ്റി ബ്രോ. ഇനിയാണ് നമ്മുടെ ബ്ലഡിലേക്ക് ഒഴിക്കേണ്ടത്. ബ്ലഡ് ഒഴിക്കുക. അതിന് മുമ്പ് ഇതൊന്നും ഉണങ്ങട്ടെ, ഒന്ന് സെറ്റ് ആവട്ടെ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഫൈനലായിട്ട് ബ്ലഡ് ആക്കാൻ പോകണം. ഓക്കെ, എങ്ങനെ ആവും എന്നറിയില്ല. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ബ്ലേഡ് അങ്ങോട്ട് ചെരിഞ്ഞു പോയി. ബ്ലേഡ് ചെരിഞ്ഞു എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നിലത്ത് എന്തായാലും ഇട്ടു. അതൊക്കെ എനിക്കറിയാം. അതൊന്നും കുഴപ്പമില്ല. ബ്ലേഡ് ഇങ്ങനെ
ഗൈസ് കുറച്ച് റിയാലിറ്റിക്ക് വേണ്ടി ഞാൻ നിലത്ത് മൊത്തം കുറച്ച് ബ്ലഡ് ഇട്ടിട്ടുണ്ട്. ഇനിയും കുറച്ച് ബ്ലഡ് ഇട്ടിടണം. കാരണം ഇത് കൈമെന്ന് ഇതാക്കണം ഈ ഒരു സംഭവം ഇങ്ങനെ ഒലിച്ചൊലിച്ച് ഇതിൻ്റെ വിരലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് വിരലിൻ്റെ മുള്ളിൽ കൂടെ അങ്ങോട്ട് താഴോട്ട രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. എന്നിട്ട് വേണമെങ്കിൽ ക്യാമറ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. കുറച്ച് പണിയാണ് ഗൈസ്. ഇപ്പൊ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കും. ഓക്കെ എൻ്റെ മുറിഞ്ഞ കൈ കൊണ്ടാണ് പറഞ്ഞത് ഗൈസ്. ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക കഷ്ടപ്പാടാണ്, കുറെ പണിയുണ്ട്. ഓക്കെ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കും ഗൈസ്. നമ്മളെ ഹാൻഡിന്റെ മേക്കപ്പ് ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടില്ല. നിലത്തൊക്കെ സെറ്റാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അവളെ വിളിക്കണം. അവളെ വിളിച്ചിട്ട് കുറച്ച് എക്സ്പ്രഷനൊക്കെ എനിക്ക് ഇടാണ്ട്. ഓക്കെ നമുക്ക് നോക്കാം എന്താവും. ഈ ബ്ലേഡ് നേരെ എടുത്ത് വെക്കണം. ഗൈസ് എന്തോ ഒരു ചെറിയൊരു വേദന പോലെ ആ ബ്ലേഡ് വെച്ചു കൊടുത്ത് നല്ലൊരു വേദന ഉണ്ട് ഗൈസ്. ക്യാമറ ഇപ്പൊ ഈ ഒരു ആംഗിളിലാണ് വെക്കുന്നത്. നോക്കി ഈ ഒരു ആംഗിളിലാണ്. എന്റെ ക്യാമറ ഫുൾ ടൈം ട്രൈപോഡ്മേലാണ് ഉണ്ടാവുക. അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് അടിക്കണം. പക്ഷെ ക്രാങ്കിന്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ഡൗട്ട് അടിക്കും. അതുകൊണ്ട് ക്യാമറ ഞാൻ ജസ്റ്റ് ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക, കുഴപ്പമില്ല. ഇപ്പൊ ഇതാണ് ലൊക്കേഷൻ. എല്ലാ സംഭവം സെറ്റ്. ഞാൻ ബാധ്യത തുറന്നിട്ടിട്ട് അലറി വിളിക്കാൻ പോവാണ്. എന്താ സംഭവിക്കാൻ കയറില്ല. ഉമ്മക്കറിയാം ഇമ്മ ഓടി വരൂല. ഇപ്പൊ വാതിലടിച്ച് നിൽക്കുന്നുണ്ട്. ഇമ്മ ബാത്റൂമിലാണെന്ന് പറഞ്ഞോളൂ. സോ ബാക്കിയുള്ള സെറ്റാണ്. ഓള് വരട്ടെ. ഓള് വന്നിട്ട് എന്തായിരിക്കും അവൾ എക്സ്പ്രഷൻ നോക്കാം. സോ അവൾ എന്താ ചെയ്യാൻ നോക്കും. ഓക്കെ റെഡിയല്ലേ? സെറ്റ്. കുഞ്ഞോ കുഞ്ഞുമോളെ ഓടുവാ ഓടുവാ വേഗം വേഗം. ചെറിയൊരു പണി കിട്ടി. വേഗം വാടി പൊട്ടത്തെ. എന്തൊരു തുണി എടുക്ക്. ഒന്ന് വേഗം വാ. ഞാൻ ബ്ലേഡ് എടുത്തപ്പോ പേടിയാണ്. കൂളായി എടുക്കുക. എനിക്ക് ചോര നിൽക്കുന്നില്ല. കുറച്ച് വെള്ളം എടുക്ക്. പെട്ടെന്ന് വെള്ളം എടുക്ക്. കുറച്ച് വെള്ളം. കൈയോടെ വെള്ളം എടുക്കാൻ പോയിട്ട് എന്തൊക്കെ നോക്കണേ. നല്ല നല്ല നോക്കി. എന്താണ് പറയാനുള്ളത്? ഇത് ഇറച്ചി പോലുള്ള മൈദ കലാക്കിട്ട് എന്റെ മുഖത്തിരുന്ന എന്തൊക്കെ സാധനം ഇമ്മയും കൂടി അറിഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. ഓക്കെ ഞാൻ ഒറ്റക്കല്ല, എന്റെ ഉമ്മയും കൂടി അറിഞ്ഞിട്ടാണ് ചെയ്തത്. എന്ത് ഞാൻ കഷ്ടപ്പെട്ടതാ. ചൂടാണല്ലോ
ഇതിപ്പോൾ ഡ്യൂട്ടി താഴോട്ട് പോയിട്ടുണ്ട്. ഈ സംഭവം പക്ക റിയാലിറ്റിയാണ്, പക്ക ഒറിജിനൽ മാതിരിയാണ് ഫീൽ ചെയ്യുന്നത്. സോ എന്തായാലും അവള് കറക്റ്റ് വിശ്വസിച്ചിട്ടാണ് ഇത് മൊത്തം ചെയ്ത് വിട്ടിട്ട്. പൊട്ടത്തിയാണ് ശരിക്കും. ഞാനൊരു നരമ്പ് മുറിച്ചാലും അവൾ ആംബുലൻസിനൊന്നും കോൾ ചെയ്യുന്നില്ല ഗൈസ്. അവൾ തട്ടെടുത്ത് പാമ്പ് കൊത്തി കയറാണ് എല്ലാവരും തട്ടം കൊണ്ടൊക്കെ കെട്ടുക. എന്നാൽ രക്തം പോകാനൊക്കെ തട്ടം കൊണ്ട് കെട്ടാനൊക്കെ ശ്രമിച്ചിട്ട്. പക്ഷേ പിന്നെന്തൊക്കെ ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ എന്തൊക്കെയാണ് അവൾ ചെയ്ത് കൂട്ടിയിട്ട്. വെറുതെ നഖം കടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കണതാണ് ഞാൻ ആദ്യം കണ്ടത്. പൊട്ടത് ആകെ 10-16 വയസ്സായിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇനി അവളിപ്പോൾ താഴോട്ട് പോയിട്ട് ഞാൻ ഉമ്മനോട് പറഞ്ഞെടുക്കാനായിരിക്കും പോയതല്ല. ഉമ്മക്ക് ഓൾറെഡി അറിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, സംഭവങ്ങൾ മൊത്തം ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. എനിക്ക് എന്തൊക്കെ ആകുന്നു കേസ്, അറപ്പാകുന്നു. സോ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് താഴോട്ട് പോകും. ഓക്കെ ഇത് നമുക്ക് ഡ്യൂഡിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ഓക്കെ അവൾ താഴോട്ട് തന്നെ പോകുന്നത്, വേറെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഡ്യൂഡി കുഞ്ഞോ ഇവിടെ അല്ലേ? കുഞ്ഞു വായനോർക്കേ ഒരു കാര്യം പറയാനാ. ഒരു വീഡിയോ വായിച്ചപ്പോഴേ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി ഗൈസ്. ഞാൻ ഇവളെ പ്രാങ്ക് ചെയ്തപ്പോഴും ഇവളിങ്ങനെ ചെയ്തില്ല. ഞാനല്ലേ എടി പൊട്ടത്, ഞാനല്ല അഭിനയിച്ചേ. വായനോർക്കോ കുഞ്ഞോ നമ്മളെ കരിപ്പില് വാ ഒരു സില്ലി ആയിട്ട് എടുത്താ പോരെ? സംഭവങ്ങളൊക്കെ കൈവിട്ട് പോകാൻ തോന്നുന്നു. ഡ്യൂട്ടി കരിപ്പിലാണ്, കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞാൽ താരം ഇങ്ങനെ അലിഞ്ഞ് പോകുന്നുള്ളൂ. മുകളിലേക്ക് ഗെയിം കളിക്കേ വരും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്താ സംഭവം വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ അവളെ തലയിൽ കൂടെ മഞ്ഞ പെയിന്റ് ആയി മൈദ കലക്കി ഒഴിച്ചു നമ്മളൊരു വീഡിയോയിൽ. സോ അതിന് വരെ അവള് ചിരിച്ചുകൊണ്ടാണ് റിയാക്ട് ചെയ്തത്. പക്ഷെ എൻ്റെ കൈ മുറിഞ്ഞിട്ടും അവള് ചിരിച്ചുകൊണ്ടായി. ചെറിയാണ്, ഞാൻ വീഡിയോ കണ്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ എല്ലാത്തൊരു എക്സ്പ്രഷനിലാണ് നിൽക്കുന്നത്. പക്ഷേ പിന്നെ അതെങ്ങനെ ഈ ഒരു ഇമോഷണൽ സെന്റിമെന്റ്സ് എന്താ പറയുക, ഇമ്മ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു തോന്നുന്നു. ഇമ്മൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് എല്ലാം പറയും, വേറെ ആളടുത്ത് വേറെ എന്താ പറയുക എന്നെ പറ്റിയിട്ട് ഓൻ തന്നെ ചെയ്താന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഇടയിൽ ഇങ്ങനെ കളി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് അങ്ങനെ എന്തോ ആയിരിക്കും തോന്നുന്നത്. നാളെ നമുക്ക് സെറ്റാക്കാം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നാളെ നോക്കാം. ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തായാലും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഓക്കെ നാളെ വൈകുന്നേരം എടുക്കാച്ച് വീഡിയോ കാണാം. പിന്നെ ഇന്നത്തെ പ്രൊഡക്റ്റ് എത്തിയില്ല കേട്ടോ, ഇതുവരെയായിട്ട് എത്തിയില്ല, 3 ദിവസം ഡിലേ. സോ എനിവേ നാളെ കാണാം. സീ യു.